ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് അടുത്ത വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വർക്കുകൾ സ്ഥിരമുണ്ട്. കിടക്കുന്ന സെൻറ്റ് നമുക്ക് വർക്കിന് വന്നതാണ്. അതുപോലെ ഈ വണ്ടി ഇപ്പോൾ നമുക്ക് വർക്കിന് വന്ന വണ്ടിയാണ് കേട്ടോ. ഇത് 2005 മോഡൽ സെന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് ഒരു പയ്യൻ നമുക്ക് മെസ്സേജ് അയച്ചാൽ കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ഉള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെറിയൊരു ഫെയിലിയറാണ്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി നമുക്ക് കുറച്ച് സ്പീഡിന് ഓടിച്ചതിന് ശേഷം ബ്രേക്ക് ഓടി കഴിഞ്ഞാൽ ബ്രേക്ക് മുതൽ താഴ്ന്നു പോകും. സിലിണ്ടർ കംപ്ലൈൻ്റ് ആണെന്നാണ് നമുക്ക് വിശ്വാസം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ ഇവന് മുന്നേ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് റൈറ്റ് സൈഡിൽ ചെറിയ തട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലോവർ ആകുമ്പോൾ ചെറുതായിട്ട് ബെൻഡ് ആണെന്നൊരു ചെറിയ ഡൗട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ടയർ ശാല ഇങ്ങോട്ട് അകത്തോട്ട് കയറി നിൽക്കുകയാണ്. നമ്മൾ മേജർലി സെൻ എടുക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പറയുന്ന ഒരു പ്രശ്നത്തിനുള്ളൊരു പ്രശ്നം തന്നെ ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. അതർ ദാൻ ദാറ്റ് വണ്ടി അടിപൊളി വണ്ടിയാണ്. നല്ല സസ്പെൻഷനും കാര്യങ്ങളും എല്ലാം അടിപൊളി വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ ബ്രേക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു റൈറ്റ് സൈഡ് ടയറും കയറിയിട്ടുണ്ട്. പിന്നെ ക്ലച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കലേഷോട്ടൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. കലേഷോട്ടൊക്കെ ഉണ്ട് കേട്ടോ. വേറെ കസ്റ്റമറൊക്കെയാണ് വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ള കലേഷോട്ട് നോക്കിയിട്ട് വിളിച്ച് പറയും. ബാക്കി അപ്പോൾ അതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ സെൻറ്റിന് വേണ്ടി സ്പെയർ എടുക്കാൻ വന്നതാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ബ്രേക്ക് ഷൂ പോയിരുന്നു. ബ്രേക്ക് ഷൂ എടുത്തു. സിലിണ്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു. സിലിണ്ടർ കലേഷൻ്റെ അവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ബുഷും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. എല്ലാം എടുത്തു. ഒരു ലോറാമ് ചെറിയ പെണ്ണുണ്ട് കേട്ടോ റൈറ്റ് സൈഡ്. അപ്പോൾ ആ ലോറാമ് എടുത്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ട് 2 വീൽ ഹബ്. അത് നമ്മൾ സ്ക്രാപ്പിനടുത്ത് ഷൈനാസിക്കാരോട് വന്നു. അപ്പോൾ എന്തെങ്കിലും യൂസ്ലെസ് സ്പെയർ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ ഷൈനാസിക്കാരെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ കേട്ടോ. അപ്പോൾ ബാക്കി ഇനി നേരെ കലേഷൻ്റെ അങ്ങോട്ട് പോവാണ്. ബാക്കി അവിടെ ചെന്ന് ചെയ്യണം. നമ്മൾ തിരിച്ച് വർക്ക്ഷോപ്പ് എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് പഴയ ലോറാമ് അവസ്ഥ. അത് മാത്രമല്ല ഈ പോർഷനിൽ ചെറിയൊരു ബെൻഡും ഉണ്ട്. വേണ്ട ഒരു ചെറിയ ബെൻഡ് ഇങ്ങനെ ഫീൽ ചെയ്യണം. അപ്പോൾ ഈ സാധനം പറഞ്ഞതിൻ്റെ ഇവിടുത്തെ ബിസ്ക്കറ്റും പോയി. ഈ ബാലൻസ് ഈ ലോറാമ് നമ്മൾ പുതിയത് മേടിച്ചു. അത് പുതിയ ലോറാമ്. പിന്നെ ബാലൻസ് റാഡിൻ്റെ ഫുൾ ബിസ്ക്കറ്റ് നമ്മളെടുത്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബ്രേക്ക് ഷൂ. പിന്നെ പഴയ നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് ഷൈനാസിക്കാരാണ് 2 ബാക്കിലത്തെ വീൽ ഹബ്ബ് കൊടുത്തു കേട്ടോ. ഇതിൻ്റെ വീൽ ഹബ്ബൊക്കെ കാണിച്ചു തരാം. ഇത് പാടുപെട്ടാണ് ഇളക്കിയത്. അടിച്ചിളക്കിയപ്പോൾ സ്റ്റക്കായത് പൊട്ടിപ്പോയി കണ്ടോ. ഇതാണ് അവസ്ഥ. ഇതിനകത്ത് സ്റ്റക്കായി മൊത്തം അലമ്പായിട്ടാണ് ഇരുന്നത്. ഈ സിലിണ്ടറെല്ലാം കംപ്ലൈൻ്റ് ആയി. സിലിണ്ടർ ഉണ്ട് അതാ മൊത്തം ലീക്കായി അലമ്പായി. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ബ്രേക്ക് ഷൂ. അപ്പോൾ ഈ കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ച് സ്പീഡിന് ഓടിച്ചിട്ട് കുറച്ച് ദൂരം ഓടിച്ച് ബ്രേക്ക് ചവിട്ടുമ്പോഴത്തേക്ക് ബ്രേക്ക് സിലിണ്ടർ അങ്ങ് താഴ്ന്നു പോകും. അതിനൊരു പ്രശ്നം ഇതായിരിക്കാം. ഇതാവാനാണ് മെയിൻ ചാൻസ്. കാരണം ഇത് സ്റ്റക്കായി നിന്ന് ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിലിണ്ടർ താഴ്ന്നു പോകും കേട്ടോ. അപ്പോൾ ആ ഒരു സീൻ വന്നതാണ്. ബ്രേക്ക് ഫെയിലിയർ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഉണ്ടായിരുന്ന മീൻസ് കുറച്ച് ഓടി ചൂടായി വരുമ്പോഴുള്ള സമയം അതിൻ്റെ പ്രശ്നം ഇതായിരുന്നു. മൊത്തം ആകെ സ്റ്റക്കായി അലമ്പായിരുന്നു. ഈ സൈഡ് മാത്രമല്ല കേട്ടോ, അപ്പുറ സൈഡും ഉണ്ട്. 2 സൈഡും ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഇതിപ്പം കലശിട്ട് മൊത്തം ക്ലീൻ ചെയ്ത് സിലിണ്ടറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ബ്രേക്ക് ഷൂ എല്ലാം സെറ്റ് ചെയ്ത് കയറ്റി കൊടുത്താൽ മതി. ബാക്കിലത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആ ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ അവന് ഈ ഫ്രണ്ട് സൈഡ് വീല് ഇവിടുത്തെ ഈ ആർച്ചിൽ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ വളയ്ക്കുമ്പോൾ ചെറിയൊരു ടയർ ഇങ്ങനെ അകത്തോട്ട് കയറിയിരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ലോറാൻ മാറുമ്പോൾ അതും ഏകദേശം മാറി കിട്ടും. പിന്നെ ബാലൻസ് റാഡ് ബിസ്ക്കറ്റുകൾ മാറുമ്പോൾ ഏകദേശം ചെറിയ അടിയും ബേളമൊക്കെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഈ സൈഡിലുള്ള കാര്യങ്ങൾ ബുഷും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് യൂസ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ല രീതിക്ക് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി നമ്മൾ തിരിച്ച് കയറ്റും കേട്ടോ. കാരണം ഈ സാധനങ്ങളൊക്കെ നമുക്ക് പുതിയത് വാങ്ങിക്കാൻ കിട്ടാറില്ല. സത്യം പറഞ്ഞാൽ കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. പക്ഷേ കിട്ടാറില്ല. എൻ്റെ ഒരു അറിവിൽ ഈ പുതിയ സാധനങ്ങളൊന്നും പുതിയ നമുക്ക് മേടിക്കാൻ കിട്ടില്ല. മീൻസ് ഈ ഹബ്ബൊക്കെ അപ്പോൾ നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്തതാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ബെയറിങ് കാര്യങ്ങളെല്ലാം മാറി ക്ലീൻ ചെയ്ത് കലേശോട്ടൻ തിരിച്ച് അതിനകത്ത് കയറ്റും. അപ്പോൾ ബാക്കി ഇനി ഇതിറങ്ങാൻ പോകണം. ഇതാണ് ഹബ്ബ്. കലശിടത്ത് ഹബ്ബ് എടുക്കണ ടൂളും പൊട്ടിയല്ലേ ചേട്ടാ? ടൂള് പൊട്ടി. അത് മാത്രമല്ല ഇപ്പോൾ ആ ബാലൻസ് റാഡ് പുഷ് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒരു ബന്ധമില്ലാത്തൊരു വാഷർ, കയറാത്ത വാഷറിനെ തിരികെ കയറ്റി അതിൻ്റെ ഇത് കണ്ടോ, ഹോള് കണ്ടോ, തിരികെ കയറ്റി അതിന് ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് ഇളക്കാൻ വേണ്ടി പാടുവിട്ട് അവസാനം അടിച്ചാണ് ഇളകിയത്. ഓരോരുത്തരും എളുപ്പ പണികൾ ചെയ്യുന്നതാണ്. പിന്നെ ആ ബാലൻസ് റാഡ് പുഷ് മാറണം. ഇതൊക്കെയാണ് പുഷ്. പുതിയതാണ് കേട്ടോ. ഇത് പഴയ ബുഷ്, ഇത് പുതിയ ബുഷ്. ബാലൻസ് റാഡ് ബുഷും കൂടെ പറഞ്ഞാൽ അതിൻ്റെ കൂടുതൽ റൈറ്റ് സൈഡ് ലോറാവും പുതിയത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പുതിയ ലോറ.
പുതിയ ലോറാമോ അത് പഴയത്. അതിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ പോയി കേട്ടോ. അത് നിങ്ങൾ കാണാൻ പറ്റുന്നതെന്ന് ഞാൻ ഇവിടെ വേണ്ട ബുഷൊക്കെ പൊട്ടി തെളിച്ച് പോയി. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ബെൻഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പുതിയ സാധനം മാറിക്കഴിഞ്ഞാൽ ആ ഒരു ടയർ വരുന്ന പ്രശ്നം അങ്ങ് മാറി കിട്ടും. ഇത് പുതിയ ലോറാമോ. ഇനി ഇത് മാറാണ്ട് ബ്രേക്ക് ഷൂ ഇടാണ്ട് ഈ ബാലൻസ് ആയിട്ട് ബുഷും മാറി ഈ ബ്രേക്ക് ഹബ്ബും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ലോറാം സെറ്റ് ചെയ്ത് വണ്ടിയിൽ നിന്ന് വൈകിട്ട് തന്നെ ഇറങ്ങും. അപ്പോൾ ബാക്കി ഇനി ഈ വണ്ടി ഇറങ്ങാൻ കാണാം കേട്ടോ ഗൈസ്. ഞാനും നസ്സിയും കൂടെ നേരെ കലേഷൻ്റെ അങ്ങോട്ട് പോവുകയാണ് മറ്റേ വണ്ടി എടുക്കാൻ. നസ്സി വണ്ടി ഓടിക്കുന്ന കണ്ടോ ഗൈസ്? ഇതല്ലേ നിന്റെ വണ്ടിക്ക്? ഓ അങ്ങനെ കലേഷൻ്റെ അവിടെ എത്താറായി. അല്ല കലേഷൻ്റെ അവിടെ എത്തി. അല്ല അത് വേറെ മറ്റേ വണ്ടി നമ്മളെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഇറക്കി ഓടിച്ച് നോക്കണം. ആ വണ്ടി വാഷ് ചെയ്ത് ഇറക്കിയതിന് ശേഷം ഈ വണ്ടി ഇറക്കും. അതിനുശേഷം ഈ വണ്ടി ഇറക്കാൻ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ വർക്ക് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി 2 വർക്കും കൂടെ പെൻഡിങ് ഉണ്ട്. അത് നമ്മൾ അടുത്ത ആഴ്ചയാണ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി കറൻ്റ് ഇപ്പോൾ നമ്മൾ ഡെലിവറി കൊടുക്കുന്നില്ല. വണ്ടി എൻ്റെ വീട്ടിൽ തന്നെ എത്തിക്കും. അടുത്ത ആഴ്ച കലേഷന് ഇപ്പോൾ ഓൾറെഡി വർക്ക് കിടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ക്ലച്ചും ഗിയർ ബോക്സും മാറാനുണ്ട്. ഗിയർ ബോക്സ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ക്ലച്ചും കൂടെ റീപ്ലേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് അടുത്ത ആഴ്ച ചെയ്യാനുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കറൻ്റ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് ഇതിൽ റൈറ്റ് സൈഡ് ലോവർ ആം ബെൻഡുണ്ടായിരുന്നു, അത് മാറ്റി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിലത്തെ വീൽ ഹബ്ബ് 2 സീനുണ്ടായിരുന്നു, അത് മാറി. ബ്രേക്ക് ഷൂ മാറി, സിലിണ്ടർ മാറി. ബ്രേക്കിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം പിന്നെ ഇനി അടുത്ത ആഴ്ച ചെയ്യാൻ പോകുന്ന മീൻസ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച, നാളെ ശനി, തിങ്കളോ ചൊവ്വയോ നമ്മൾ ഈ വണ്ടി കയറ്റി ഇതിൻ്റെ ക്ലച്ചും ഗിയർ ബോക്സും റീപ്ലേസ് ചെയ്യാനുള്ള പ്ലാനിലാണ്. വണ്ടി അതിനുശേഷം കസ്റ്റമറിന് നമ്മൾ ഡെലിവറി ചെയ്യുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള വർക്കെല്ലാം മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് വണ്ടിയുടെ. ഇതിൻ്റെ കോസ്റ്റ് എല്ലാം വന്നിട്ടുള്ള ഓൾമോസ്റ്റ് 2 വീൽ ഹബിനും കൂടെ നമുക്ക് സെക്കൻഡ്സ് യൂസ്ഡ് എടുത്തത് ഓൾമോസ്റ്റ് ഒരു 1500 രൂപ 1600 രൂപയ്ക്ക് അടുപ്പിച്ചായി. പിന്നെ അല്ലാതെ അല്ലറ ചില്ലറ ഈ ബുഷും ബ്രേക്ക് ഷൂവും സിലിണ്ടറും എല്ലാം കൂടെ നമുക്കൊരു 2000 രൂപ 2500 രൂപയ്ക്കകത്തായി കേട്ടോ. ലേബർ ചാർജ് ഉൾപ്പെടെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 6 രൂപ 600 അടുപ്പിച്ചായി നമുക്ക് ഈ വണ്ടിക്ക് വർക്കിന്. സാധനം എടുത്തതും ലേബർ കോസ്റ്റും എല്ലാം കൂടെ ആയിട്ട് ഒരു 6000 6500 രൂപയ്ക്കകത്തായി കേട്ടോ വണ്ടിക്ക്. അപ്പോൾ ഇനി അടുത്ത ഗിയർ ബോക്സും ക്ലച്ചും കൂടെ മാറുന്നതിന് എത്ര രൂപയാവും, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബാക്കി ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. All I recall was a stare that was vacant and cold. Where did the spark go, the warmth that once stole my soul? നമ്മളെ വീഡിയോ കഴിഞ്ഞിട്ടില്ല ഗൈസ്. നമ്മളാ കസ്റ്റമറിൻ്റെ എൻ്റെ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റിങ്ങും ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെയിൻറ്ററിനെ കൊണ്ട് കാണിച്ച് എത്ര രൂപ ഉദ്ദേശമാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ഇപ്പോൾ അഴിക്കോടാണ്. നെടുമങ്ങാട് നമ്മുടെ ട്രിവാൻഡ്രം പോകുന്ന വഴിക്കുള്ള അഴിക്കോടാണ്. അഴിക്കോട് അരുവിക്കര റോഡ്, അവിടെയാണ് പെയിൻറ്റിങ് സെൻറ്റർ. പുള്ളിയുടെ പേരെന്താ? നിഷാദ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് എസ്റ്റിമേറ്റ് എടുത്ത് കസ്റ്റമറിനെ പറഞ്ഞിട്ട് കസ്റ്റമറിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അത് ഇപ്പോൾ ടച്ച് ആൻഡ് പോളിഷ് മീൻസ് ബമ്പറൊക്കെ പെയിൻറ്റ് ചെയ്യാണ്ട്, ലെഫ്റ്റ് സൈഡ് ഫെൻഡർ പെയിൻറ്റ് ചെയ്യാണ്ട്, കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ പോർഷനൊക്കെ ടച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ ആവും എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്ററിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ക്ലച്ചിൻ്റെ വർക്കും ഗിയർ ബോക്സിൻ്റെ വർക്കും കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെയിൻറ്റിങ്ങിന് പുള്ളിക്കാരൻ്റെ കസ്റ്റമറിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ തന്നെ ചെയ്യും. അതാണ് പ്ലാന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്.